ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹൂറും അതുപോലെ തന്നെ ഇഫ്താറും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അൽഹംദുലില്ലാ ഇന്ന് 19ാമത്തെ നോമ്പാണ്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് തുടങ്ങി ഞാൻ വീഡിയോ ഇടുന്നത് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത്താഴത്തിന് എണീറ്റു. അപ്പോൾ ചോറൊക്കെ ഞാൻ തലേ ദിവസം തന്നെ വെച്ച് വയ്ക്കും കേട്ടോ. ചോറും കറിയൊക്കെ അത്താഴത്തിന് തലേ ദിവസം രാത്രി തന്നെ വെച്ച് വയ്ക്കും. എന്തായാലും കിടക്കുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ ആ സമയത്ത് തന്നെ ഇതൊക്കെ ആക്കി വയ്ക്കും. പിന്നെ കഴിക്കുന്ന നേരത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് അത്താഴത്തിന് ചോറും അതുപോലെ കക്കർച്ചി ഡ്രൈ ഫ്രൈ ചെയ്തതാണ് കേട്ടോ. കക്കർച്ചിയുടെ ഈ റെസിപ്പി ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇനി അത്താഴം കഴിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ നേരെ അടുക്കളയിൽ കൊണ്ടുവയ്ക്കും. പിന്നെ രാവിലെ കഴുകുള്ളൂ. അത് കഴിഞ്ഞ് കുറേ വെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിടക്കുകയുള്ളൂ. പിന്നെ ളുഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് ഓതിയിട്ട് പിന്നെ നേരെ കിച്ചണിൽ കയറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇഫ്താറിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളതെല്ലാം ഒന്ന് അടുപ്പിച്ച് വെക്കണം. പിന്നെ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഉഴുന്നുവട ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ പഴം വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ബനാന ബോൾസ് എന്നൊക്കെ പറയാം. അപ്പം ഞാൻ രാവിലെ തന്നെ ചിക്കൻ ഐസ് ഇടാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാദ്യം തന്നെ കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാലത്ത്. ഇത് രണ്ടും ഞാൻ എണീറ്റപാട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ഐസ് വിട്ടപ്പോൾ അതൊന്ന് കഴുകി വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല തേച്ച് വയ്ക്കണം. അപ്പോൾ അതിന് പൊടികളും കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ ആദ്യം തന്നെ മസാല തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മസാല പിടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതന്നെ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇതിനകത്ത് പൊടികൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 2.25 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ല ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി ആണ് ഇട്ട് കൊടുത്തത് കൊണ്ടാണ് കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കോൺഫ്ലവറും ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ടാൽ മതി. എന്നാൽ ഇടുന്നത് ഒരു ക്രിസ്പിനെസ്സൊക്കെ കിട്ടും നമുക്ക്. പിന്നെ അത് അന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ രണ്ടാമത് ചെയ്യണമൊക്കെ. പിന്നെ അത് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സൊർക്കയും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ ചിക്കനൊക്കെ ഇതാ ഇവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കണം. ചിക്കൻ ഇനി ഭക്ഷണം കഴിക്കുന്ന നേരത്തെ ഫ്രൈ ചെയ്ത് വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നേരെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇനിയിപ്പോൾ ഇതൊക്കെ കൂടെ ഒന്ന് എടുത്തോടെ തന്നെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇഡ്ഡലിച്ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം പുഴുങ്ങാൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ. പഴം കുറേ പേരിങ്ങനെ കുക്കറിലൊക്കെ വെച്ച് പുഴുങ്ങുന്നത് അറിയാം. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ഇങ്ങനെ ആവിപ്പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ആവിയേറ്റിരിക്കുകയാണ് ചെയ്യാം. അങ്ങനെ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം. ഞാനിവിടെ മുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് തേങ്ങ വേണം, അതുപോലെ തന്നെ നെയ്യ് വേണം, ഏലക്കായപ്പൊടി വേണം, പഞ്ചസാര വേണം. ഇത്രയും സംഭവങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. മുന്നക്കായ ഉണ്ടാക്കൂലേ, ആ മിക്സ് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴം വേവിച്ചിട്ട് ഈ മിക്സിയിൽ ഇട്ടുങ്ങാനിട്ട് ഒന്നിച്ച് അങ്ങോട്ട് കുഴയ്ക്കും. മുന്നക്കായ ഉണ്ടാക്കുമ്പോൾ ഈ മിക്സ് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യല്ലേ ചെയ്യാം. ഇത് എല്ലാം കൂടെ ഒന്നിച്ച് കുഴച്ചിങ്ങാനിട്ട് ബോൾസ് ആക്കും, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അതാണ് കേട്ടോ വ്യത്യാസം. എന്നതാ ഞാൻ അതിനുള്ള മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചു. അത് ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു.
ഇനി അത് കഴിഞ്ഞിട്ട് ഈ മുന്തിരി അണ്ടിപ്പരിപ്പും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഏകദേശം ആയി വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് അതിനകത്തേക്ക് കുറച്ച് ഏലക്കായുടെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ആ നെയ്യിലൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ തേങ്ങയുടെ കളറൊക്കെ ഇതായി പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ പഴം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം കേട്ടോ. ചെറിയ ചൂടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതും ആ മിക്സും കൂടെ ഒന്നിച്ച് യോജിപ്പിക്കുന്ന വീഡിയോ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. കട്ടായി പോയതെല്ലാം ഓൺ ആക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോഴാണ് ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു ഭാഗം മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ബോളാക്കി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വലുതാണെങ്കിൽ വലുതാക്കാം. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞാക്കിയിട്ടാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. ഇതുപോലെ ആക്കിയെടുക്കുക. അത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ. ആ പഴം ആയ ഫില്ലിങ്സും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കിയതുകൊണ്ടാണ് ഇത്രയും വന്നിരിക്കുന്നത്. നമുക്ക് ഇത്രയും വേണ്ട, അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് നാളെയോ മറ്റന്നാളോ എടുക്കാമല്ലോ. അപ്പോൾ ഇത് നേരെ ഞാൻ ഇങ്ങനെ മാറ്റിയിട്ട് ഫ്രിഡ്ജിലല്ല ഫ്രീസറിലാണ് കേട്ടോ വയ്ക്കുന്നത്. പിന്നെ ഇന്ന് ഫ്രൈ ചെയ്യാനുള്ളത് മാത്രം എന്താ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഫ്രീസറിലേക്ക് വെച്ച്. പിന്നെ ഇപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ പാടെ ഒന്ന് വേഗം ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച്. ഈ അപ്പാപ്പുള്ള പാത്രങ്ങളൊക്കെ അപ്പാപ്പ തന്നെ കഴുകിയെടുക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടെ ഒരു ലോഡാവും. ഒന്നാമത്തെ നോമ്പും കൂടെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പാപ്പുള്ള പാത്രങ്ങൾ വേഗം വേഗം കഴുകിയെടുക്കണം. ഞാൻ നോമ്പല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി അവിടെ ക്ലീൻ ചെയ്തിട്ടു. ഇനിയിപ്പോൾ അതായി ഉഴുന്നൊന്ന് കഴുകിയെടുക്കണം. ഓൾറെഡി ഇത് കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കണം. അങ്ങനെ ഉഴുന്നവിടെ കഴുകിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു തരി പോലും വെള്ളം ഒഴിക്കാണ്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. ഇതിനകത്തേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കാം. ഇതാ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വെള്ളം ചേർക്കാണ്ട് ഉഴുന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് പിന്നെ അതിൽ നിന്ന് എടുക്കാനായിട്ട് നല്ല പാടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമല്ലോ ഈ വഴുവഴുപ്പായിട്ടിങ്ങനെ. അപ്പോൾ അതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട സവാള അരിഞ്ഞെടുക്കാം. എന്നിട്ട് ആ സവാളയൊക്കെ ഞാനിവിടെ തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം. അതാ കഴുകിയെടുത്തിട്ട് ഇനി ഇത് ഫുള്ള് ഇതിലേക്ക് വേണ്ട കേട്ടോ. ആ ഒരു പകുതി മാത്രം ഉഴുന്നുവടയിലേക്ക് മതി.
അപ്പോൾ ഇതൊന്ന് ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് പച്ചമുളകും അതുപോലെ വേപ്പില ചെറുതാക്കി അരിഞ്ഞതുമാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇത് അരച്ചപ്പോൾ തന്നെ ഉപ്പ് ചേർത്തതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കണ്ട കേട്ടോ. അപ്പോൾ അതായത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിങ്ങായിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. ഇനിയിപ്പോൾ ഞാൻ നെയ്ച്ചോറിലേക്കുള്ള സവാള അരിഞ്ഞെടുക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇടുന്നുണ്ട്. ഈ നോമ്പിന് ഞാൻ കൂടുതലും ഇങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനകത്തേക്ക് ഞാൻ 2 പച്ചമുളക് നടുകീറിയതുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില ഉണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നെയ്ച്ചോറിലേക്ക് വേണ്ട സ്പൈസസ് എടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മറ്റേ പട്ടയില്ലേ, മറ്റേ സ്റ്റാർ തക്കോലം അതന്നെ, അതും പിന്നെ കരയാമ്പൂ എടുക്കുന്നുണ്ട്, അതുപോലെ കുരുമുളക്, പട്ട, ബേ ലീഫ്, ജീരകം, ഏലക്കായ, ഇത്രയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അരി എടുക്കണം. അപ്പം ഞാൻ അരി കൈമാ റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് വേറെ ഒന്നല്ല, അത്താഴത്തിനും കൂടെയാണ് കേട്ടോ അരി ഇടുന്നത്. പിന്നെ അത്താഴത്തിന് വേറെ ചോറ് വെക്കണ്ടല്ലോ, അപ്പോൾ അത്താഴത്തിനും കൂടെ കണക്കാക്കിയിട്ടാണ് അരി എടുത്തത്. അപ്പോൾ അരി ഇതാ കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കർ അടുപ്പത്ത് വെക്കാം. കുക്കറിലാണ് കേട്ടോ നെയ്ച്ചോറ് വെക്കുന്നത്. കുക്കർ ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ ഒപ്പം തന്നെ പച്ചമുളകും വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ സവാളയുടെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ഈ അളവിലാണ് കേട്ടോ വെള്ളം എടുക്കുന്നത്. അപ്പം ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് ഇതുപോലെ ചെറുനാരങ്ങ ചെറുതാക്കി എരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുനാരങ്ങ നീര് പിഴിയാണെങ്കിൽ അതായാലും മതി കേട്ടോ. പക്ഷെ ചെറുനാരങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നെയ്ച്ചോറിന്. ഇനിയിപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുക്കർ അടച്ച് വയ്ക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഒറ്റൊരു വിസിലാണ് കേട്ടോ ഇതിൻ്റെ വേവ്. അങ്ങനെ നെയ്ച്ചോറ് അവിടെ അടുപ്പത്ത് കിടക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഞാനിവിടെ കച്ചമ്പറിയിലേക്കുള്ളതൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളിയും സവാളയും പച്ചമുളകും ആണ് അരിഞ്ഞെടുക്കുന്നത്.
അപ്പോൾ അതെല്ലാം അവിടെ അരിഞ്ഞെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണേ. കഴിക്കുന്ന നേരത്ത് മറ്റേ തൈര് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. അപ്പോഴത്തേനും എന്താ കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ സംഭവം റെഡിയാണ് കേട്ടോ. ഇനിയിപ്പോൾ വിസിൽ പോയി കഴിയുമ്പോൾ നമുക്ക് മൂടി തുറന്നാൽ മതി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് ഉഴുന്നുവടകൾക്കുള്ള ചട്നിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരിക്കോളം സവാളയും ഇച്ചിരിക്കോളം പച്ചമുളകും അരിഞ്ഞു വെച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് ചട്നി ഉണ്ടാക്കാം. അപ്പോൾ ആ മാറ്റി വെച്ച സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചട്നി ഞങ്ങളങ്ങനെ കാച്ചണമൊന്നുമില്ല കേട്ടോ. കടുക് പൊട്ടിച്ചൊഴിക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ദോശയ്ക്കും ചട്നി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അഥവാ ഇടയ്ക്ക് കാച്ചാൻ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുക് പൊട്ടിച്ചിട്ട് നേരെ ഇതിനകത്തേക്കാണ് ഒഴിക്കാം. ഇവിടെ റാഷിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചട്നി ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. ഇങ്ങനെ താളിക്കുന്നതൊന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അവിടെ ആ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നും എനിക്കല്ല, ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് അരിഞ്ഞ് വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ അതരിഞ്ഞ് ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ പാത്രങ്ങളൊക്കെ അതും കൂടെ ഒക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും ചോറ് ഇവിടെ വിസിൽ പോയിട്ടുണ്ട്. അപ്പോൾ മൂടി തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ, നല്ല വിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറ് അടി പിടിക്കുക അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. അടി പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ, അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. വിസിൽ പോയി കഴിയുമ്പോൾ മൂടി തുറക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അടച്ച് വെക്കും കേട്ടോ. അത് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് പിന്നെ ഞാൻ അസംസ്കരിക്കാൻ പോയി. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കി പണി തുടങ്ങുന്നത്. ഇനിയിപ്പോൾ ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ഇവിടെ പേരക്കയുടെ പൾപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പൾപ്പ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഒരു മൂന്നാല് വട്ട നമ്മുടെ പാല് ഐസാക്കിയതില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ പേരയ്ക്ക് ഇങ്ങനെ ജ്യൂസ് അടിക്കുമ്പോൾ. ഇതുപോലെ ജ്യൂസ് അടിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് അടിച്ച് നോക്കി കേട്ടോ. ഇപ്പോൾ അതിനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ പഞ്ചസാര ഇടാണ്ടാണ് അടിച്ചെടുത്തത്. പിന്നെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ വേഗം അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇടുമ്പോൾ കുറേ ഇട്ട പോലെ തോന്നും. ഇല്ല കേട്ടോ, മധുരത്തിന് ആവശ്യമുള്ളത് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കട്ടിയുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർക്കും കേട്ടോ. ഇനി ഇത് നേരെ ജഗ്ഗിൽ കൊഴിക്കാം. അങ്ങനെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നേരെ മാറ്റി വയ്ക്കാം. ഇനി പിംട്ടോ കലക്കാം കേട്ടോ. ഇപ്പം നാരങ്ങ വെള്ളം എപ്പോഴും കലക്കാറില്ല കേട്ടോ. കാരണം വെറും വയറ്റിൽ നാരങ്ങ അത് അത്ര നല്ലതല്ല എന്നിങ്ങനെ കേട്ടു. അപ്പം അതുകൊണ്ട് അത് എല്ലാ ദിവസവും കലക്കാറില്ല. മിക്ക ദിവസവും പിംട്ടോ തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക് മാത്രം നാരങ്ങ വെള്ളം ഉണ്ടാക്കാറുള്ളൂ.
അപ്പോൾ അതാ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വിംട്ടോ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് കണക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്ലാസ്സിൽ കണക്കാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വിംട്ടോ വെച്ചിട്ട് 1/2 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. പക്ഷെ ഞാൻ അങ്ങനെ ഇതായിട്ട് എടുക്കണില്ല. ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുമല്ലോ, ഒരു ടോണിക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. പിന്നെന്താണ്, ദാഹം മാറും, ഹെൽത്തിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലും ഇത് തന്നെ ചെയ്യുന്നത്. പിന്നെ അതാ ഞാൻ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അതിനുവേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ നേരത്തെ നമ്മൾ പഴം കൊണ്ട് ഒരു ബോൾസ് ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ, അത് ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഉന്നക്കായൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു കളർ വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പൊരിച്ച് കോരാം കേട്ടോ. അങ്ങനെ അതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് ആ ഉഴുന്നുവട, ഇനിയിപ്പോൾ അടുത്തത് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പാത്രത്തിൽ വെള്ളവും കൊണ്ടുപോയിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കറക്റ്റ് ഉഴുന്നുവട ഉണ്ടാക്കുന്ന ഒരു ഹോൾസൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. ആദ്യം നമ്മൾ 2 കൈമലും വെള്ളമാക്കണം. അതിനുശേഷം ഇതുപോലെ കുറച്ചെടുത്തും കാണിട്ട് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഒരു കൈമ വീണ്ടും വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ നടുവിലൊന്ന് ഇങ്ങനെ ഹോളിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഈ കൈയിൽ നിന്ന് നേരെ എടുത്തും കാണിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെ ഓരോ ബോൾസ് എടുക്കുമ്പോഴും കൈമ കുറച്ച് വെള്ളമാക്കിയിട്ട് എടുക്കുമ്പോൾ കയ്യിലൊട്ടി പിടിക്കൂല കേട്ടോ. പിന്നെ ഇത് ഞാൻ കുഞ്ഞാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും ഈ മാവ് ഒരു 3-4 എണ്ണത്തിനുള്ളത് ഉള്ളൂ, 3 എണ്ണത്തിനൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ കുഞ്ഞു ഉഴുന്നുവടാക്കി എടുത്ത കാരണമാണ് ഇത്രയും കിട്ടിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് തിരിച്ചും മറിച്ചിട്ടിങ്ങായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ടച്ച് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഉഴുന്നോടെ ആ കളറായി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വറുത്ത് കോരാം കേട്ടോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് വെക്കുകയാണ് കേട്ടോ. അതെല്ലാം അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. തണ്ണിമത്തന് ആദ്യം അങ്ങനെ തന്നെ കട്ട് ചെയ്ത് വെച്ച്, പിന്നെ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ആക്കാന്ന് വെച്ചിട്ട് പിന്നെ തൊണ്ട് കളഞ്ഞിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കണതാണ് കേട്ടോ അത്. ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ട് കുറച്ചും കൂടെ സമയമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നേരത്തെ അരിഞ്ഞു വെച്ചിരുന്നില്ലേ കച്ചമ്പറിന്, അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇശാനസ്കാരമൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ ചിക്കൻ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ നേരം കൊണ്ട് ഞാൻ അതൊന്ന് നന്നായിട്ടൊന്ന് തൈര് ഉള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഉപ്പിട്ടും കാണിട്ട് ഇത്ര കട്ടി വേണ്ട കേട്ടോ. പിന്നെ തൈര് ഇത്ര കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ 2 പേരും ചോറിനേക്കാളും കൂടുതൽ തൈരാണ് കൂട്ടാൻ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കച്ചമ്പർ ഇങ്ങനെ ചോറിൽ കൂട്ടാനായിട്ട്. കച്ചമ്പറിന് തന്നെ അല്ല, തൈര് ചോറിൽ കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്.
പിന്നെ അതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ആക്കി കഴിഞ്ഞിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അൽഹംദുലില്ലാഹ് ഇന്നത്തെ നോമ്പും റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പായിരുന്നേ നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഓതാനിരിക്കും. അത് കഴിഞ്ഞ് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം കഴുകിയൊക്കലും മറ്റു കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ കയറി ഇനിയിപ്പോൾ ഈ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വേറെ പണിയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുക. നേരത്തെ ഉഴുന്നുവടയൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഓയിലില്ലേ, അപ്പോൾ അതിൽ തന്നെയാണ് കേട്ടോ ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഫ്രൈ ചെയ്തെടുത്തൽ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഓയിൽ കളയും കേട്ടോ. പിന്നെ അതാ ഞാൻ ഇപ്പോഴേക്ക് എടുത്തിട്ട് ബാക്കി അത്താഴത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അത്താഴത്തിന് എയർ ഫ്രയറിലാണ് കേട്ടോ ചെയ്തെടുക്കുക. അങ്ങനെ ഓയിൽ ഒരുപാട് വട്ടമൊന്നും ഉപയോഗിക്കൂല കേട്ടോ. അങ്ങനെ ഇതാ ഇനിയിപ്പോൾ അത്താഴത്തിലേക്ക് വേണ്ട ചിക്കൻ മാറ്റി വയ്ക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് തിരിച്ചും മറിച്ചിട്ടും കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ അവിടെ അടുപ്പത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ ചോറൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ആ ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ആ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റില്ലേ, അത് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, വെറുതെ ഒരു ഭംഗിക്ക്. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന കച്ചമ്പറില്ലേ, അതും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ അച്ചാറാണ് കേട്ടോ, അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറാണ്, മാങ്ങച്ചാറാണ്. അതും കുറച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ അത്താഴത്തിനും കൂടെ കൂട്ടിയാണ് കേട്ടോ ഞാൻ ചോറ് വെച്ചതും കച്ചമ്പറി ഉണ്ടാക്കിയതൊക്കെ. ചിക്കനും മസാല തേച്ച് വെച്ചതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും അമർത്തി കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം.